നമഃ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട യോഗമുറയാണ് കായകൽപ്പം. മനുഷ്യരാശിക്ക് തൻ്റെ ജീവിതത്തിൽ സുന്ദരനായിട്ട് കാണുക, രോഗവിമുക്തനായിട്ട് നിൽക്കുക, എല്ലാ രീതിയിലും നല്ല സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കുക ഏത് മനുഷ്യനാണ് ആഗ്രഹിക്കാത്തത്? നമ്മുടെ പൗരാണികമായിട്ടുള്ള സിദ്ധ പൈതൃകത്തിൽ സിദ്ധന്മാരിൽ അതിനിപുണനായിട്ടുള്ള ഭോഗർ മുനിയുടെ കായകൽപ്പമുറയാണ് പ്രധാനമായിട്ട്. കായകൽപ്പമുറ മനുഷ്യരാശിക്ക് പകർന്നുകൊടുത്ത ഒരേ ഒരു സിദ്ധരാണ് ഭോഗർ മുനി. അപ്പോൾ ആ ഒരു ചൈതന്യത്തെ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. പക്ഷേ കായകൽപ്പമുറ എന്ന് പറയുന്നത് മരുന്നുകൾ കഴിച്ചിട്ടല്ല കായകൽപ്പസിദ്ധി നേടുന്നത്. ഞാൻ 2-3 ആഴ്ച മുമ്പിട്ട വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. പ്രാണായാമത്തിൻ്റെ പ്രാധാന്യം. പ്രാണായാമം നമുക്ക് എത്രത്തോളം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ളത് നിങ്ങൾ ഇതിനോടകം മനസ്സിലാക്കി കാണും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഈ സീക്രട്ട് നിങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എല്ലാവർക്കും ഒരു ചിന്തയാണ്, സിദ്ധ രീതിയിൽ നാം ജീവിച്ചു കഴിഞ്ഞാൽ മരുന്ന് എന്നുള്ളത് 100-ൽ 20% വരുന്നുള്ളൂ. സിദ്ധന്മാർ സ്വയം ബാക്കി 80%-ഉം സിദ്ധികളാണ്. യോഗമുറകളിലൂടെ വളരുന്ന സിദ്ധികളാണ് സിദ്ധന്മാരുടെ മെയിൻ താന്ത്രികം. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അലട്ടുന്ന പ്രശ്നങ്ങളാണ് രോഗങ്ങൾ. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളവരായിട്ടാണ് ഇന്നത്തെ കാലത്ത് നാം കാണുന്നത്. നമ്മുടെ പ്രായം കൂടുന്തോറും രോഗാവസ്ഥ എന്നുള്ള ഒരു തലം കൂടിക്കൂടി വരികയാണ്. ചെറു കുട്ടികൾ മുതൽ ഇന്ന് രോഗാവസ്ഥയാണ്. കാരണം നാം ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ആഹാരവസ്തുക്കളും മറ്റ് ശരീരത്തിന് ഉപയോഗിക്കുന്ന കാരണങ്ങളാൽ ശരീരകോശങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറത്ത് ഒരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പച്ചക്കറികളെ വിശ്വസിക്കാം ആയിരുന്നു, പക്ഷേ ഇന്ന് അതിലും മായമാണ്, വിഷമാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ശരീരം താങ്ങാവുന്നതിലപ്പുറത്താവുമ്പോഴാണ് നമുക്ക് ഓരോ കോശങ്ങളിൽ രോഗങ്ങൾ വരുന്നത്. അപ്പോൾ ഈ രോഗത്തെ മാറ്റുക എന്നുള്ളതാണ് സിദ്ധതാന്ത്രികത്തിൽ, കുണ്ടലിനി കൺസെപ്റ്റിൽ അത് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, മൂലാധാരം തൊട്ട് സഹസ്രാരം വരെയുള്ള ചക്രങ്ങൾ നമ്മുടെ ഓരോ കോശങ്ങളെ, അവയവങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ എവിടെയാണോ നമ്മുടെ ശരീരത്തിന് രോഗം വന്നിരിക്കുന്നത്, ആ ചക്രത്തെ നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായ രോഗവിമുക്തി
നൽകും എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും അറിയാതെയാണ് നമ്മൾ കൂടുതലും മെഡിസിനിലേക്ക് പോകുന്നത്. പക്ഷേ മെഡിസിൻ എന്താണ്? അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് നമുക്ക് ഭാവിയിലാണ് അറിയുന്നത്. ഇപ്പോൾ നമ്മൾ എമർജൻസി മെഡിസിൻ എടുക്കുന്നത് പോലെയല്ലല്ലോ ഒരു രോഗത്തിൻ്റെ മെഡിസിൻ എടുക്കുന്നത്. നമ്മളിൽ ആരാണ് രോഗിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? ആരും ആഗ്രഹിക്കുന്നില്ല. പണ്ട് കാലങ്ങളിലൊക്കെ രോഗം ഒരു വ്യക്തിക്ക് വരുന്നത് സ്വാഭാവികമല്ല. ഇന്ന് ഒരു വ്യക്തിക്ക് രോഗം വരുന്നത് സ്വാഭാവികമാണ്. കാരണം പഴമക്കാർ ജീവിക്കുന്ന രീതികൾ പൂർണ്ണമായിട്ടും വ്യത്യസ്തമാണ്. അവർ പ്രകൃതി അനുസരിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. 12 മാസത്തിൽ 4 ഘടുക്കളായിട്ട് തിരിക്കുമ്പോഴാണ് അവരുടെ ആഹാരക്രമത്തിൽ വ്യത്യാസം വരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ കർക്കിടക മാസത്തിൽ ആഹാരത്തിന് വ്യതിയാനം ഉണ്ടാവും. അങ്ങനെയാണ് കർക്കിടക കഞ്ഞി എന്നൊക്കെ പറയുന്നത്. 4x3 എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഒരു വർഷം ആഹാരക്രമങ്ങൾക്ക് മാറ്റം വന്നു. 4 മാസം എന്ന് പറഞ്ഞാൽ കിഴങ്ങ് കറികളാണ് കൂടുതലും കഴിക്കാറ്. ബാക്കിയുള്ള 4 മാസം എന്ന് പറഞ്ഞാൽ പയർ, ധാന്യങ്ങൾ കഴിക്കുക. അങ്ങനെ 4 മാസം എന്നുള്ള രീതിയിൽ 3 വേരിയേഷനിലാണ് ആഹാരക്രമങ്ങൾ പാലിച്ചുകൊണ്ടിരുന്നത്. പഥ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഇന്നത്തെ ജനറേഷൻ അതൊന്നും നോക്കാതെ ഫാസ്റ്റ് ഫുഡിലേക്ക് എത്രയും പെട്ടെന്നുള്ള രീതിയിൽ പാക്ക് ആയിട്ടുള്ള ഫുഡിലേക്ക് തിരിയുമ്പോൾ അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾക്ക് ശരീരത്തിന് താങ്ങാവുന്നതിലും അപ്പുറത്ത് നമ്മുടെ രീതികൾ മാറുന്നു. അവിടെയാണ് രോഗങ്ങൾ നമ്മളെ പിടിക്കപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ രോഗാവസ്ഥ നമ്മളിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട സത്യം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു മുറയാണ് കായകൽപ്പ മുറ. നമുക്കറിയാം, ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് പ്രാണായാമം അത്യാവശ്യമാണ്. അതേപോലെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പും പ്രാണായാമം എത്രയോ ചെയ്യാമോ അത്രത്തോളം ചെയ്യുക. പ്രാണായാമം ചെയ്യുന്നതിനോരുപരി നമ്മൾ ഇൻഹെയിൽ എക്സെയിൽ ചെയ്യുന്ന ഇൻ ബിറ്റ്വീൻ നമ്മുടെ ബ്രീത്ത്, നമ്മൾ എടുത്ത ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. എത്രത്തോളം മിനിറ്റ്, ഇപ്പോൾ ആദ്യമൊക്കെ പോസിബിൾ ആകില്ല. പിന്നെ പതുക്കെ വേണം ബ്രീത്തിന് നമ്മളിൽ ഉള്ളിൽ വെക്കാനുള്ള സമയം കൂട്ടി കൊണ്ടുവരണം. നമ്മൾ 2 മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ ആര് ചെയ്യുന്നു അത് പെട്ടെന്നൊരിക്കലും ദീർഘമായിട്ട് ആദ്യം ചെയ്യുന്നവരാരും അങ്ങനെ ദീർഘമായിട്ട് വെക്കാൻ പാടില്ല. പതുക്കെ വേണം കൂട്ടിക്കൊണ്ടുവരാൻ. 2 മിനിറ്റ്സ് ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെച്ചാൽ ആ വ്യക്തിക്ക് സമാധിയിലേക്ക് പോകാൻ ഉള്ള ചാൻസസ്, മീൻസ് യോഗ സമാധിയിലേക്ക് പോകാൻ സാഹചര്യമുണ്ട്. ജീവസമാധി അല്ല പറയുന്നത്, യോഗസമാധി. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ടൈം ട്രാവൽ ചെയ്യാൻ തിരിച്ച് നമ്മൾ ശരീരത്തിൽ വരാം. ആ ഒരു കൺസെപ്റ്റാണ് യോഗസമാധി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കായകൽപ്പ മുറയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നാം ചെയ്യുന്നത്?
നമ്മൾ സാധാരണ വലത്തെ കൈ വെച്ചിട്ടാണ് നമ്മൾ പ്രാണായാമം ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു കായകൽപ്പ മുറ എന്ന് പറഞ്ഞാൽ ഇടത്തെ കൈ വെച്ചാണ് നമ്മൾ പ്രാണായാമം ചെയ്യുന്നത്. അപ്പോൾ ഈ വലത്തെ കൈ ഫ്രീ ആണ്. ഇനിയാണ് ഓരോ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് നിരീക്ഷിക്കേണ്ടത്. അതായത് ഇൻഹെയിൽ എടുത്തു, ഹോൾഡ് ചെയ്തു, പിന്നെ എക്സെയിൽ ചെയ്തു. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് ആദ്യം പോകേണ്ടത് ചിന്മയ മുദ്രയിലാണ്. ആ ചിന്മയ മുദ്രയിൽ നമ്മൾ ആദ്യം മൂലാധാരം, അതായത് പൊക്കിളിന് താഴെ നമ്മൾ ഈ ചിന്മയ മുദ്രയിൽ നേരെ താഴെ കൊണ്ടുവന്ന് ക്ലോക്ക് വൈസ് മൂലാധാരത്തെ ഹീൽ ചെയ്യുക. അതായത് ഈ ഒരു തലത്തിലാണ് നമ്മൾ ഹീൽ ചെയ്യുന്നത്. പതുക്കെ വേണം ഹീൽ ചെയ്യാൻ. അത് ഒരു ദിവസം, അതായത് 7 ചക്രങ്ങളാണ് നമ്മുടെ കുണ്ടലിനി ചക്രങ്ങളെന്ന് പറയുന്നത് മെയിനായിട്ട്. അപ്പോൾ നമ്മുടെ ആഴ്ചകളെന്ന് പറഞ്ഞാൽ 7 ദിവസങ്ങളാണ്. അതായത് കുണ്ടലിനി ചക്രം ആക്സെപ്റ്റ് ആണെങ്കിൽ തിങ്കൾ തൊട്ടാണ് തുടങ്ങുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഞായർ എന്ന് പറഞ്ഞാൽ ആദിത്യൻ്റെ ദിവസമാണ്. നമ്മുടെ ആദിത്യൻ എന്ന് പറഞ്ഞാൽ സഹസ്രാര്. അപ്പോൾ ഇപ്പോൾ തിങ്കളാഴ്ച ആയിട്ട് വേണം ഈ ഒരു കായകൽപ്പമുറ തുടങ്ങുവാൻ. ഒരു ദിവസം മുഴുവൻ നിങ്ങൾ എങ്ങനെയാണോ പ്രാണായാമം ചെയ്യുന്നത്, തിങ്കളാഴ്ച തൊട്ട് തുടങ്ങുമ്പോൾ തിങ്കളാഴ്ച ഫുൾ നിങ്ങൾ പ്രാണായാമം ചെയ്യുമ്പോൾ ഹീൽ ചെയ്യേണ്ടത് മൂലാധാരത്തെയാണ്. ചൊവ്വാഴ്ച സ്വാധിഷ്ഠാന. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ ചക്രത്തിൻ്റെ നേരെയുള്ള കണത്തിൽ വേണം ഈ പറയുന്ന ഹീൽ ചെയ്യുവാൻ. ഈ ഹീൽ ചെയ്യുന്നത് വഴി നമ്മളിൽ ഡൗണായി കിടക്കുന്ന ഈ ചക്രാസിനെ പൂർണ്ണമായിട്ട് റീഫ്രഷ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ ഹീൽ ചെയ്യുന്ന പോലെയല്ല, ചിന്മയ മുദ്രയിൽ വേണം നമ്മൾ ഹീൽ ചെയ്യാൻ. ചക്ര ഹീലിംഗ് എപ്പോഴും ചിന്മയ മുദ്രയിലായിരിക്കും. അതിന് എനർജി ഹൈ ഡെഫിഷ്യൻസിയാണ്. പിന്നെ നാം ശ്രദ്ധിക്കേണ്ടത്, ആജ്ഞാചക്രത്തിലെത്തുമ്പോൾ നമ്മൾ ചിന്മയ മുദ്രയിലല്ല, മറിച്ച് ഈ തംബ്നെയിലിൽ തള്ളവിരലുകൊണ്ട് ഈ 2 പുരുകത്തിന് നടുവിൽ, ഞാനിപ്പോൾ ഈ പൊട്ട് തൊട്ടിരിക്കുന്ന അതേ ലെവലിൽ ഈ വിരൽ വെച്ചിട്ട് വേണം ഹീൽ ചെയ്യാൻ. അത് നമ്മൾ കറക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ മർമ്മസ്ഥാനത്ത് ലൈറ്റായിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് വേണം പ്രാണായാമം ചെയ്യാൻ. അവിടെ മാത്രം നമ്മൾ ക്ലോക്ക് വൈസ് ചെയ്യേണ്ട. ജസ്റ്റ് ഇത് തമ്പനയിൽ അവിടെ ടച്ച് ചെയ്താൽ മാത്രം. കൂടുതൽ പ്രസ്സും പാടില്ല, എന്നാൽ ലൂസും ആകരുത്. ആ തലത്തിൽ വേണം നമ്മൾ വയ്ക്കുവാൻ. സഹസ്രാരവും അതേപോലെ നമ്മൾ പഴയ തല ചിന്മയ മുദ്രയിൽ ക്ലോക്ക് വൈസ് എല്ലാ ചക്രങ്ങളും നമ്മൾ ക്ലോക്ക് വൈസ് വേണം നമ്മൾ ചെയ്യുവാൻ. അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ നമ്മൾ സഹസ്രാരം ഹീൽ ചെയ്യുന്നു. അങ്ങനെ ഓരോ ആഴ്ചയിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. രാത്രി ആണെങ്കിലും ഇപ്പോൾ തിങ്കളാഴ്ച നിങ്ങൾ മൂലാധാരം രാവിലെ ചെയ്തു, വൈകിട്ട് മൂലാധാരം തന്നെ ചെയ്യണം ചെയ്യുന്നവർ. ഞായറാഴ്ച ആകുമ്പോൾ നമ്മൾ സഹസ്രാരത്തിൽ ഹീൽ ചെയ്യണം. ശനിയാഴ്ച ആകുമ്പോൾ നമ്മൾ ആജ്ഞാചക്രമാണ്, അവിടെ ഹീൽ ചെയ്യുകയല്ല വേണ്ടത്, നമ്മൾ തമ്പനയിൽ പ്രസ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അങ്ങനെ എല്ലാ ആഴ്ചയിലും നിങ്ങൾ ഈ രീതിയിൽ യോഗ ചെയ്താൽ ഉള്ള ഗുണം, രോഗങ്ങൾ കുറഞ്ഞു വരുന്നു. നമ്മുടെ സ്കിൻ ഗ്ലോ എന്നുള്ള തലത്തിലേക്ക് എത്തുന്നു. മുടി നരയ്ക്കാം, കാരണം മുടിക്ക് പ്രാക്ടിക്കലായിട്ട് ശരീരവുമായിട്ട്
ബാഹ്യബന്ധമാണുള്ളത്. ബാക്കിയുള്ള ഇൻറ്റേർണൽ അവയവങ്ങളും അതേപോലെ സ്കിന്ന് അതെപ്പോഴും യൗവനം തന്നെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. നമ്മളെ ഇൻറ്റേർണൽ ഗ്ലാൻഡ് അതേപോലെ നഖങ്ങൾ എപ്പോഴും അതുപോലെ ഇരിക്കും. മുടിയും താടിയും ഒക്കെ ആണുങ്ങൾക്കാണെങ്കിൽ നരയ്ക്കും, എന്നാലും നര കുറവായിരിക്കും. സ്ത്രീകൾക്കാണെങ്കിലും നര വന്നാലും അങ്ങനെ ഇതായിട്ട് വരത്തില്ല, മീൻസ് കൂടി നര എന്നുള്ള കൺസെപ്റ്റിൽ വരത്തില്ല. ബാക്കിയുള്ളതെല്ലാം നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ യുവത്വം നിലനിർത്തും എന്നുള്ളതാണ് ഈ പറയുന്ന കായകൽപ്പ മുറയുടെ പ്രത്യേകത. രോഗങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥ, മനസ്സും അതേപോലെ നല്ല റീഫ്രഷ് ആയിരിക്കും. എത്ര വയസ്സ് ആയാലും നമ്മളെപ്പോഴും എനർജറ്റിക് ആയിരിക്കും. അതിനൊരു സ്പെഷ്യലായിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് കൃത്യമായിട്ട് ചെയ്താൽ മതി, നമുക്ക് ഒരു രോഗവും നമ്മളെ പിടിപെടില്ല. കാരണം നമ്മളുടെ ചക്രങ്ങൾ എപ്പോഴും നല്ല റീഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊരു രോഗത്തെയും അത് ഡിസ്പോസ് ചെയ്യാൻ പ്രതിരോധശേഷി ചക്രങ്ങൾക്കുണ്ട്. ആ പ്രതിരോധശേഷി ഡൗൺ ആകുമ്പോഴാണ് നമ്മൾ ചക്രങ്ങൾ ഡൗൺ ആവുന്നത്. അപ്പോഴാണ് ആ ഭാഗത്തുള്ള ആ ചക്രങ്ങൾ കൺട്രോൾ ചെയ്യുന്ന കോശങ്ങൾ, അവയവങ്ങൾ രോഗത്തിന് അടിമപ്പെടുന്നത്. പണ്ടേ സിദ്ധന്മാർ നമുക്ക് തന്ന മുറകളാണ് ഹീലിംഗ് പർപ്പസ്. ഇതാർക്കും അറിയില്ല. പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന കായകൽപ്പ മുറ ആർക്കും അറിയില്ല. ഇപ്പോൾ തലവേദന വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? വിക്സ് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുളിക കഴിക്കുക. അതിനേക്കാളും നല്ലത് ഈ തംബ്നെയിൽ നമ്മൾ ഈ ഒരു ഐബ്രോയുടെ ഇടയ്ക്ക് വെച്ച് പ്രാണായാമം ചെയ്താൽ തലവേദന പോയ വഴി അറിയില്ല. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ പഴയ സംവിധാനത്തെ തിരിച്ച് കൊണ്ടുവരുവാനും നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു സംസ്കാരത്തെ, അനുഷ്ഠാനങ്ങളെ തിരിച്ച് കൊണ്ടുവരുവാനും നാം ഓരോരുത്തർ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ പഴയ ശക്തികൾ നമുക്ക് തിരിച്ചു കൊണ്ടുവന്നേ തീരൂ. സനാതനധർമ്മം ഇത്ര പ്രശസ്തി എന്തുകൊണ്ടാണ്? മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തവും അട്രാക്റ്റീവും അതിശക്തവും സിദ്ധിയും കൂടിയിട്ടുള്ളത് കൊണ്ടാണ്. മറ്റുള്ളവരുടെ, അതായത് വെസ്റ്റേൺ കൺട്രീസ് ആണെങ്കിലും നമ്മളോട് അട്രാക്റ്റ് ആവുന്ന എന്തുകൊണ്ടാണ്? ദർ ഈസ് സം പവർ ഇൻ സനാതനധർമ്മ. അതുകൊണ്ടാണ് എല്ലാവരും സനാതനധർമ്മത്തിലേക്ക് വരുന്നത്. അതൊരു മതമല്ല, അതൊരു ധർമ്മമാണ്, അനുഷ്ഠാനമാണ്. ഭഗവാനെ പ്രാപ്തമാക്കാനുള്ള പൂർണ്ണമായ അറിവാണ് സനാതനധർമ്മത്തിൽ ഉള്ളത്. സന്തോഷത്തോട് ജീവിക്കുവാനും ആനന്ദമയമായിട്ടുള്ള ഉടമയാകുവാനുമാണ് സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നാം ഇന്ന് തൊട്ട് തിങ്കളാഴ്ച തൊട്ടാണ് ഈ കായകൽപ്പ യോഗ ചെയ്യേണ്ടത്. ഇത് നിത്യേന ചെയ്തു കഴിഞ്ഞാൽ ഒരു തരത്തിലും രോഗങ്ങളും വരുത്തുമില്ല. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും ഒരു രീതിയിലും പ്രശ്നങ്ങൾ അലട്ടത്തില്ല. ഈ 7 ചക്രം റീഫ്രഷ് ആയിട്ടിരുന്നാൽ നമുക്ക് ഭാഗ്യചക്രം എന്ന് പറയാം. ഒരേ തരത്തിൽ ഈ പറയുന്ന 7 ചക്രങ്ങളും റീഫ്രഷായിട്ട് ഏത് വ്യക്തിയിൽ നിൽക്കുന്നു അവനൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല. കാരണം ഇപ്പോൾ ശത്രുക്കൾ നമുക്ക് മേൽ ചെലുത്തുന്ന ബ്ലാക്ക് മാജിക്ക്, മന്ത്രവാദം, ദുർമന്ത്രവാദം എന്ന് പറയും, അതൊന്നും നമുക്ക് ഏൽക്കില്ല.
കാരണം അത്ര ശക്തമായ ദൈവിക ഗണം ഉണർന്നു കഴിഞ്ഞു. ദൈവിക ഗണം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയിൽ ഒന്നും തന്നെ ഏൽക്കില്ല. സർവ ഐശ്വര്യങ്ങളും ആ വ്യക്തികളിൽ അട്രാക്റ്റീവ് ആവും. അതാണ് ചക്രങ്ങൾക്ക് ഉള്ള കഴിവ്. ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിയിൽ എല്ലാ ചക്രങ്ങളും ആക്ടിവേറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഓരോ ചക്രങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ ശാരീരിക കോശങ്ങളും ഭാഗങ്ങളുമാണ്. അതിനെയാണ് നാം റീഫ്രഷ് ചെയ്യേണ്ടത്. ആ റീഫ്രഷ് ചെയ്ത് എല്ലാം തത്തുല്യമായിട്ടുള്ള ഈക്വലായിട്ടുള്ള രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, ഒരു രോഗങ്ങളും ഉണ്ടാവില്ല, ഒരു ശത്രുവിനെയും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. അതാണ് ചക്രങ്ങൾക്ക് സിദ്ധന്മാർ ഇത്ര പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അവർ നമുക്ക് തന്നിരുന്ന ഓരോ പൈതൃകങ്ങൾ ചിലത് സീക്രട്ടായിട്ട് എനിക്ക് മാത്രം നന്നായാൽ മതി എന്നുള്ള തലത്തിൽ വെച്ച് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആ ഒരു അറിവ് ആർക്കും തന്നെ ഇല്ലാതാവുന്ന അവസ്ഥ. അങ്ങനെയാണ് അറിവില്ലാതെ പോകുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ സനാതനധർമ്മം അധപതിക്കുവാൻ കാരണം ഇതുതന്നെയാണ്. ആരെങ്കിലും ഒരു വ്യക്തി കുറച്ച് സീക്രട്ട് പഠിച്ചു, ആ സീക്രട്ടായിട്ട് തന്നെ എനിക്ക് മാത്രം നന്നായാൽ മതി, വേറെ ആരും നന്നാവരുത് എന്നുള്ള തലത്തിൽ വെച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ട്രൈ ചെയ്യുക, നല്ല വ്യത്യാസം ഉണ്ടാവും. നല്ല രീതിയിൽ ആത്മീയ തലത്തിലാണെങ്കിലും നോർമൽ ജീവിത തലത്തിലാണെങ്കിലും നല്ല വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും. അതിൽ ഓരോ വ്യത്യാസങ്ങൾ ഈ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിശയോക്തി തോന്നുന്ന രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും, അനുഭവങ്ങളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അത് ഞാൻ പറയാതെ അത് നിങ്ങൾ തന്നെ കേൾക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഈ പ്രപഞ്ചത്തിൽ ഏതൊക്കെ രീതിയിൽ ആരൊക്കെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഉയർന്ന് വന്നിരിക്കും. ഈ കായകൽപ്പമുറ എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരം എപ്പോഴും നല്ല രീതിയിൽ നിലനിർത്തുക മാത്രമല്ല, അതീന്ദ്രിയമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന പല ജീവജാലങ്ങൾ നമ്മളിൽ ഈ നേത്രങ്ങൾ, സാധാരണ ഒരു മനുഷ്യ നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തതായിട്ടുള്ള ശക്തികളെ നമുക്ക് തിരിച്ചറിയുവാൻ പറ്റും എന്നുള്ളത് കൂടിയാണ് ഈ ഒരു യോഗയിലൂടെ നമുക്ക് കിട്ടുന്ന സിദ്ധികൾ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, പ്രാണായാമം ചെറിയ ഒരു സംഗതിയല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും മനസ്സിരുത്തി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ. നർമ്മദേ ഹർ.